പ്രൈസ് ലോർഡ്. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നല്ലവൻ, അവൻ വിശ്വസ്തൻ. സ്തോത്രം. ഇതുവരെയും ഇന്നുവരെയും നമ്മെ ശ്രേഷ്ഠമായി, ആമേൻ, സ്തോത്രം, താൻ വഴി നടത്തുന്നു. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ പകൽക്കാലം ദൈവം നമുക്ക് തന്നിരിക്കുന്ന സങ്കീർത്തനം 16-ാമത്തെ സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ ഒരു സ്വർണ്ണ ഗീതമെന്ന തലക്കെട്ടിൽ നാം കാണുന്നത്. സ്തോത്രം. ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. താൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ അവിടെ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തോടും തന്നോടുമുള്ള ബന്ധത്തിൽ തൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില ആക്ഷൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില പ്രവൃത്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ അതുതന്നെ എൻ്റെ ഹൃദയത്തോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. ഇന്നതൊന്ന് ചിന്തിക്കണം. നമുക്കും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെയും നിങ്ങളുടെയും ആ ബന്ധത്തിലുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കാം. സങ്കീർത്തനക്കാരൻ ആദ്യമായിട്ട് പറയുക, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കും. ശരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ആശ്രയമാ ശരണം, നമ്മുടെ സംരക്ഷണം ശരണമാ. ഏതിനെ ശരണപ്പെട്ടിരിക്കുന്നോ, സ്തോത്രം, അത് നമ്മുടെ സംരക്ഷണമാ. സ്തോത്രം. ശരണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ താഴ്മയും നാം എന്തിനെ ശരണപ്പെട്ടിരിക്കുന്നുവോ അത് ഉയർന്നിരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടാ. സ്തോത്രം. ഇതൊക്കെ ശരണത്തിനകത്ത് ഉൾപ്പെട്ടതല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായിട്ടുള്ള ദൈവത്തോടുള്ള ബന്ധത്തിൽ, സ്തോത്രം, നമുക്ക് ദൈവത്തെ ശരണം പ്രാപിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? തമിഴിൽ ഞങ്ങൾ പാടാറുള്ള ഒരു പാട്ടുണ്ട്. അത് UTCയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്നാ പറയുന്നേ, ഭജനായിട്ട് പാടുന്നൊരു പാട്ടാണ്. ശരണം 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 യേശുനാഥനിൻ തിരുവടിക്ക് ശരണം ശരണം ശരണം. നമ്മുടെ കൾച്ചറിൽ ഈ ശരണം എന്നുള്ള ആ പദം അത്ര സുഖകരമായൊരു പദമായിട്ട് നമുക്ക് തോന്നാറില്ല. സ്തോത്രം. പക്ഷേ അത് പറയുന്നത്, കർത്താവേ, ഞാൻ അങ്ങേ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നു. സ്തോത്രം. ഞാനെന്നുള്ള ആ ചിന്ത അങ്ങ് മാറ്റി വെച്ചിട്ട്, ഞാൻ എന്തോ ആണെന്നും എനിക്കെന്തോ കഴിയുമെന്നുമുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവത്തെ നോക്കി പറയാ, കർത്താവേ, ഞാനല്ല, അങ്ങാ എൻ്റെ ശരണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നോക്കിയിട്ട് ഞാൻ എന്നുള്ള ഭാവം ഒന്ന് മാറ്റി വെച്ചിട്ട്, കർത്താവേ, അങ്ങാണെന്ന് പറയാൻ കഴിയുമോ? സങ്കീർത്തനക്കാരൻ പറയുക, കർത്താവേ, ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചേക്കാം. എന്നിട്ട് പറയുന്ന ആ പദവാ അതിനെ കുറച്ചും കൂടെ അർത്ഥവത്താക്കി തീർക്കുന്നത്. ഇനി എന്നാ ചെയ്തോണം? അങ്ങനെ കാക്കണം. സ്തോത്രം. മനസ്സിലാകുന്നോ? ശരണത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്ന ഒരു ആക്ഷനാ അത്. ഇനി അങ്ങനെ അല്ല, ഒരു പ്രാർത്ഥനയാത്. ഇനി അങ്ങനെ കാത്തോണം. എനിക്ക് എന്നെ കാക്കാനുള്ള പരിമിതി എനിക്ക് അത് ഭയങ്കര പരിമിതിയുള്ളൊരു കാര്യമാണ്. എനിക്ക് നമ്മുടെ ഏത് മേഖലയിലാണ് നമ്മളെ കാക്കാൻ കഴിയുന്നത്? നമ്മുടെ സമ്പത്തിന് നമ്മളെ കാക്കാൻ കഴിയുമോ? നമ്മുടെ ആരോഗ്യത്തിന് നമ്മളെ കാക്കാൻ കഴിയുമോ? സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക, അപ്പാ, ഞാനല്ല, അങ്ങാ. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ പറയാൻ പറ്റുമോ, കർത്താവേ, ഞാനല്ല. പാട്ടുകാരൻ പറയുന്ന പോലെ, കഴിവല്ലപ്പാ, കൃപയാ. സ്തോത്രം. ബലമല്ലപ്പാ, അവിടുത്തെ ദയയാ. ഇന്ന് പകൽക്കാലം അങ്ങനെ ദൈവത്തെ ശരണം പ്രാപിക്കുന്ന ഒരനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്തോത്രം. അടുത്ത് പറയുക, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു. സ്തോത്രം. സ്തോത്രം. അങ്ങെൻ്റെ കർത്താവാ. അത് വീണ്ടും കുറച്ചും കൂടെ ഒരു ക്രിസ്ത്യനായിട്ടുള്ള പദപ്രയോഗ. കർത്താവെന്ന് പറയുമ്പം എന്താ കർത്താവെന്ന് പറഞ്ഞാൽ? ലോർഡ് എന്ന ഇംഗ്ലീഷിൽ കാണുന്നേ. സ്തോത്രം. അവിടെ നിന്ന് എൻ്റെ കർത്താവാ. സിമ്പിളായിട്ട് നമ്മുടെ ഒരു നാടൻ രീതി പറയട്ടെ, പണ്ട് ജന്മി കുടിയാൻ വ്യവസ്ഥയുണ്ടായിരുന്നു. ജന്മി കുടിയാൻ വ്യവസ്ഥയിൽ അവിടെ കാണുന്ന നിലമെല്ലാം ആരുടേതാ? ആ ജന്മിയുടേതാ.
അവിടെ ഈ കുടിയാന്മാർക്ക് ജോലി ചെയ്യാം, കൃഷി ഇറക്കാം, എന്ത് ചെയ്യണം? അതിനകത്ത് കിട്ടുന്നതിൽ ഇത്ര ഇന്ന കരം, ആ കരം, ഈ കരം എന്ന് പറയും. ഇന്ന് നമ്മൾ ഗവൺമെൻറ്റിന് അടയ്ക്കുന്ന പോലെ എല്ലാം കൊണ്ടുവന്ന് കൊടുക്കണം. അവസാനം പണ്ട് പറയുന്ന ഒരു ചൊല്ലു പോലെയാ, സ്തോത്രം, ഉണ്ണി പിറന്നാലും ഓണം പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞാൽ ഇവൻ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പം ഇവന് കഞ്ഞിക്കുള്ള വക കിട്ടിയാൽ ഭാഗ്യം, ഇല്ലേൽ അതുമില്ല. സ്തോത്രം. ഇവൻ ഈ ജന്മിയുടെ മുമ്പിൽ വന്ന് നിന്ന് പറയുന്ന ഇതുണ്ട്, തമ്പ്രാൻ, പ്രഭുവേ, ഇതെല്ലാം ആരുടെയാ? അങ്ങയുടേതാ. സ്തോത്രം. അങ്ങ് പറഞ്ഞാൽ കൃഷി ഇറക്കും, അങ്ങ് പറഞ്ഞില്ലേ കൃഷി ഇറക്കാൻ പറ്റത്തില്ല. അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നത് ചെയ്യും, അങ്ങ് പറഞ്ഞില്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പറ്റത്തില്ല. ഇതാ ദൈവത്തെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സബ്മിഷൻ. ഈ ഒരു ബന്ധം നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളതിനെ ഷുഗർ കോട്ട് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ദൈവ പൈതലിന് ദൈവത്തോടുള്ള ബന്ധത്തിൽ മക്കളും അവകാശികളും എന്നുള്ള ആ പദവി നിൽക്കുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാകേണ്ടെന്ന മനോഭാവം എന്താണെന്നറിയാമോ? കർത്താവേ, അവിടുന്ന് എൻ്റെ യജമാനനാ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അവിടുന്ന് എൻ്റെ യജമാനനാ. ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടോ? കർത്താവിൻ്റെ ദാസൻ കർത്താവ് എന്നുള്ള പദത്തെക്കുറിച്ച് എപ്പോഴും പറയാറുള്ളൊരു പദമാണ്. കർത്തൃത്വം നടത്താൻ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ അവനെ കർത്താവെ എന്ന് വിളിക്കുന്നതുകൊണ്ട് എന്തർത്ഥം? സ്തോത്രം. നമ്മുടെ മേളിൽ അധികാരം നടത്താൻ നീ കർത്താവായിട്ടൊക്കെ അവിടെ ഇരുന്നോ, എൻ്റെ മേളിൽ അധികാരം നടത്താനൊന്നും പോരരുതെന്ന് പറഞ്ഞാൽ കർത്താവെ എന്ന് വിളിക്കുന്നതുകൊണ്ട് എന്താ അർത്ഥം? സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയാ, ഞാൻ യഹോവയോട് പറഞ്ഞത് അവിടുന്ന് എൻ്റെ കർത്താവാകുന്നു. എന്നിട്ട് പറയുക, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. എൻ്റെ കർത്താവേ, ഈ കാണുന്നതെല്ലാം, സ്തോത്രം, അവൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവൻ എന്തെല്ലാം ഉണ്ടെങ്കിലും, പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, എനിക്കും നിങ്ങൾക്കും എന്തെല്ലാം ഉണ്ടെങ്കിലും അവനെ കർത്താവെന്ന് നാം വിളിക്കുമ്പോൾ നാം പറയുക, ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം അങ്ങയുടേതാ. പൂർണ്ണമായും അങ്ങയുടെ ആധിപത്യത്തിലാ. അങ്ങ് പോകാൻ പറയുമ്പോൾ അവ പോകുന്നു. സ്തോത്രം. അങ്ങ് വരുവാൻ പറയുമ്പോൾ അവ മടങ്ങി വരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലുള്ള സകലവും അവൻ്റേതാണെന്നുള്ള തിരിച്ചറിവാണ് അവനെ കർത്താവെന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ചിന്തയുണ്ടോ? സ്തോത്രം, സ്തോത്രം. അതോ എല്ലാം നമ്മുടേതും പേര് മാത്രം കർത്താവെന്നുമാണോ? നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മുടെ ജീവിത രീതികളിൽ, നമ്മുടെ ചിലവാക്കുന്ന നമ്മുടെ എക്സ്പെൻസുകളിൽ, സ്തോത്രം, നമ്മുടെ ക്രയവിക്രയങ്ങളിൽ നമ്മുടെ കർത്താവുണ്ടോ? സ്തോത്രം. അവൻ അധികാരം കൊടുക്കുന്നുണ്ടോ? അവൻ പറയുന്നത് കേൾക്കുവാൻ, ചെയ്യുവാൻ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ? സമർപ്പിക്കുന്നുണ്ടോ? ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? സങ്കീർത്തനക്കാരൻ പറയാ, അങ്ങില്ലാത്ത ഒരു നന്മ എനിക്കില്ല, എല്ലാം നന്മയുടെയും ഉറവിടം അങ്ങ് മാത്രമാണ്. സ്തോത്രം, സ്തോത്രം. അടുത്തത് 5-ാമത്തെ വാക്യത്തിലാണ്. ബാക്കിയുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല, ഞാൻ ഇത് മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകുക. സ്തോത്രം. 5-ാമത്തെ വാക്യത്തിലാണ് അടുത്ത് പറയുക, എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. സ്തോത്രം, സ്തോത്രം. ഇതൊരു ശക്തമായ ഉറപ്പാണ്. സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വ്യക്തികളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, സ്തോത്രം, ഞാൻ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, പക്ഷേ എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിക്കുകയും ഞാൻ ആയിരുന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിക്കാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുകയും ചെയ്തൊരു കാര്യമാണ്. സ്തോത്രം. വിശ്വാസത്തിന് വേണ്ടി അവർ ഇറങ്ങി തിരിച്ചപ്പോൾ അവർ നേരിട്ടതായിരിക്കുന്ന നിന്ദകൾ, സ്തോത്രം, പങ്കു കൊടുക്കുന്നില്ല. സ്തോത്രം. അവർക്ക് ലഭിക്കേണ്ടത് അവരെടുത്ത് അവരുടെ ബാക്കിയുള്ള സഹോദരൻ കൊടുത്തേച്ചു. സ്തോത്രം. അവരെ അന്യരായി കരുതി. പക്ഷെ അവർ നിലനിന്ന് എന്താണെന്നറിയാമോ? എൻ്റെ വിശ്വാസത്തിൻ്റെ, എൻ്റെ അവകാശത്തിൻ്റെ, എൻ്റെ പാനപാത്രത്തിൻ്റെ പങ്ക് എൻ്റെ കർത്താവ്, അവൻ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ, നാം കർത്താവിനെ സേവിപ്പാൻ തക്കവണ്ണം നമ്മെ സമർപ്പിക്കുമ്പോൾ ഈ ദൃഢധൈര്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ പങ്ക് കർത്താവ്. സ്തോത്രം. വായെ ഉണ്ടാക്കിയവൻ സാപ്പാട് തരുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ?
സ്തോത്രം. നമ്മെ ഉണ്ടാക്കിയവൻ, നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മുടെ ദൈവമായവൻ, നമ്മെ നടത്തുവാൻ സർവശക്തനാ. അടുത്ത വാക്യം വായിക്കാതെ പോകാൻ തരമില്ല. അവിടെ പറയുക, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതൊന്ന് പറയട്ടെ, ദാവീദിൻ്റെ ജീവിതത്തിൽ സ്തോത്രം സ്തോത്രം നമുക്ക് നല്ലതുപോലെ അത് വെളിപ്പെട്ടു വരുന്ന ഒരു സംഭവമാണ് ദാവീദിനെ അഭിഷേകം ചെയ്യാൻ ശമൂവേൽ വരുന്ന അനുഭവം. സ്തോത്രം. ഇവൻ്റെ അളവുനൂലും ഇവൻ്റെ ഓഹരിയും ആടും ആട്ടും കൂടും, ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. സ്തോത്രം സ്തോത്രം. അവൻ അവിടെ ഒരിടയനായിട്ട് അപ്പൻ്റെ ആടുകളെ നോക്കുന്നത് മാത്രമാ അവൻ്റെ ഓഹരി. സ്തോത്രം. ബാക്കിയുള്ളവർ നിനക്കെന്നാടാ ഇവിടെ കാര്യമെന്ന് ചോദിക്കത്തക്ക അളവിൽ സ്തോത്രം ആധിപത്യം പുലർത്തുന്നവരായി നിലനിൽക്കുമ്പോഴും സ്തോത്രം ദൈവം ഓഹരിയായവന് വേണ്ടി പ്രവാചകൻ കാത്തിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇത് നിങ്ങളോട് സംസാരിക്കട്ടെ. ദൈവം ഓഹരിയായിരിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ കാത്തിരിക്കുക. അവൻ പറയുന്നൊരു വാക്യമുണ്ട്, അവൻ പറയുന്നൊരു വാക്കുണ്ട്, അവൻ വന്നിട്ടല്ലാതെ ഒരു കഷണം ആഹാരം പോലും ഞാൻ ഇവിടെ നിന്ന് കഴിക്കത്തില്ല. സ്തോത്രം. ഈ യാഗം ഞാൻ ഇവിടെ നടത്തത്തില്ല. സ്തോത്രം. വരണ്ടവൻ വരുന്നതുവരെയും അവന് വേണ്ടി കാത്തിരിക്കുന്നു. കാരണം അവൻ്റെ അവകാശത്തിൻ്റെ പങ്ക്, അവൻ്റെ പാനപാത്രത്തിൻ്റെ പങ്ക് യഹോവയാണ്. അവനുള്ള ഓഹരിയെ പരിപാലിക്കും. എന്നിട്ട് പറയുകയാണ്, ഇതുവരെ സ്തോത്രം നിങ്ങൾ വിധിച്ചു തന്ന സ്തോത്രം അവകാശങ്ങൾ നാറ്റം വമിക്കുന്നവയും സ്തോത്രം ഏറ്റവും ഒതുക്കപ്പെട്ടവയാ. പക്ഷെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അളവുനൂൽ വലിക്കുമ്പോൾ സ്തോത്രം അത് മനോഹര ദേശത്ത്. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് മനോഹരമായി ചെയ്യുന്നു എന്ന് പൂർണ്ണമായി നാം വിശ്വസിക്കണം. ആമേൻ. അതേ, എനിക്ക് നല്ല ഒരവകാശം ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് അടുത്ത് പറയുക, എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. സങ്കീർത്തനക്കാരൻ്റെ 4ാമത്തെ തീരുമാനം ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, അവൻ യഹോവയെ വാഴ്ത്തുന്നവൻ. നമ്മളൊക്കെ പലപ്പോഴും ദൈവസന്നിധിയിൽ നന്മകളെ പ്രാപിക്കും. പക്ഷേ ദൈവത്തെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രൈസിങ് ഹിസ് നെയിം എന്നാ. അതിൻ്റെ സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാ. അങ്ങ് വാഴുന്നു എന്ന് പറയുക. വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ വി സേ ഹെയിൽ, അങ്ങ് വാഴുന്നു, യു റെയിൻ എന്ന് പറയുക. സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇതൊക്കെ വന്നതിൻ്റെ കാരണം കർത്താവേ അങ്ങ് വാഴുന്നോണ്ടാ. താൻ വാഴുകയാൽ ആകുലം ഇല്ല, നാളെ എന്നാ ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. ഇന്ന് പകൽക്കാലം അവനെ വാഴ്ത്തുവാൻ നമുക്ക് കഴിയട്ടെ. നന്മകളെ അനുഭവിക്കുന്നവരായിട്ട് മാത്രമല്ല, നന്മകൾക്ക് ദൈവത്തിന് നന്ദി കൊടുക്കുവാൻ, അവന് ക്രെഡിറ്റ് കൊടുക്കുവാൻ, അവിടത്തേക്ക് മഹത്വം കരേറ്റുവാൻ നാം എപ്പോഴും പഠിച്ചിരിക്കണം. സങ്കീർത്തനക്കാരൻ്റെ പ്രത്യേകത, അവനെ യഹോവയെ വാഴ്ത്തുന്നവനാണ്. അവൻ പറയുക, എൻ്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തും. ഹല്ലേലൂയ. വായ്കളെ തുറന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ വാഴ്ത്തുന്നവനായി ഒരു സങ്കീർത്തനക്കാരനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അടുത്ത 4ാമത്തേത് 8ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവന് മുമ്പിൽ വെക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവൻ അനുഭവിക്കുന്ന വേദനകൾ മുന്നിൽ ഇങ്ങനെ നിരത്തി നിർത്തിയാൽ, ഇങ്ങനെ നിർത്തി വട്ടം ചുറ്റി വെച്ച അവനെ മുഴുവൻ സറൗണ്ട് ചെയ്യത്തക്ക അളവിൽ അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളുണ്ട്. അവൻ അതിനെ അല്ല മുമ്പിൽ വെച്ചത്. അവൻ മുമ്പിൽ വെച്ചത് അവൻ്റെ വിടുതലായ, അവൻ്റെ ഓഹരിയായ, അവൻ്റെ പങ്കായ, അവനെ കാത്തുകൊള്ളുമെന്ന് ദൃഢനിശ്ചയമുള്ള അവൻ്റെ ദൈവത്തെ അവൻ്റെ മുൻപിൽ വെച്ചു. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപിൽ എന്താ ഉള്ളേ? What do we keep in front of us? At our side. എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെയാണോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്?
എപ്പോഴും നമ്മുടെ പ്രതികൂലങ്ങളെയാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതോ ദൈവം നിന്നെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളെ കാണുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ നിന്നെ അനുഗ്രഹിച്ച ദൈവത്തെ കാണുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യുവാൻ കഴിയും. സങ്കീർത്തനക്കാരൻ പറയാം, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുമെന്ന്. സ്തോത്രം. പ്രശ്നങ്ങളെ മുന്നിൽ വെച്ച നിരാശപ്പെടുവാനേ നേരമുള്ളൂ, ഭയപ്പെടുവാനേ നേരമുള്ളൂ, ആശങ്കപ്പെടുവാനേ നേരമുണ്ടാകുകയുള്ളൂ. പക്ഷെ ദൈവത്തെ നാം മുമ്പിൽ വെക്കുന്നെങ്കിൽ ഏത് ആശങ്കയ്ക്ക് സാധ്യതയുള്ള അനുഭവങ്ങളിലും എത്ര പ്രതികൂലമായിരിക്കുന്ന വൻഘോര അലകളടിച്ചാലും അതിൻ്റെ മധ്യത്തിൽ എനിക്കും നിങ്ങൾക്ക് സന്തോഷമായി നിലനിൽക്കുവാൻ കഴിയും. കാരണം ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ധൈര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആമേൻ. സ്തോത്രം. വായിച്ചു നിർത്താൻ പോകുകയാ. എൻ്റെ ഹൃദയം ആനന്ദിക്കും എന്നുള്ളത് കൊണ്ട് നിന്നില്ല, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. എൻ്റെ ഭയം മാറുമെന്ന്. സ്തോത്രം. എൻ്റെ ആശങ്കകൾ മാറുമെന്ന്. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ കർത്താവിനെ നമ്മുടെ മുമ്പിൽ വെക്കാം. എന്നിട്ട് പറയുക, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. എത്ര ശക്തമായ ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പാണെന്ന് നോക്കിക്കേ, നിത്യതയെക്കുറിച്ചുള്ള ധൈര്യമാണെന്ന് നോക്കിക്കേ. ഈ ദൈവത്തെ നോക്കി നാം ഇറങ്ങുമ്പോൾ, ഈ ദൈവത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ, അവനെ നമ്മുടെ മുൻപിൽ നിർത്തി സ്തോത്രം നാം അവൻ്റെ പിൻപേ പോകുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ പ്രാണനെ അവൻ പാതാളത്തിൽ വിടുകയില്ല. നിത്യമായ രക്ഷയെ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന കർത്താവിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് പറയുക, സ്തോത്രം, ജീവൻ്റെ വഴി. ആമേൻ. സ്തോത്രം. മരണത്തിൻ്റെ പാതകളിൽ നിന്ന് നമ്മെ മാറ്റി ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. സ്തോത്രം. അത് നിത്യജീവനെ കൊണ്ട് മാത്രം ഒതുക്കി വെക്കരുത്. നാം ദൈവത്തെ മുൻപിൽ നിർത്തുമ്പോൾ അപകടകരമായിരിക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ എടുക്കാൻ പോയാൽ ആ മരണ വഴിയിൽ നിന്ന് ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തന്നിട്ട് പറയും, മോനെ അതല്ല വഴി, മോളെ ഇതല്ല വഴി, സ്തോത്രം, ഇതിലെ നടന്നോ, ഇത് ജീവൻ്റെ വഴിയാ, ഇതിൻ്റെ അന്ത്യം നിനക്ക് സന്തോഷം തരാം. സ്തോത്രം. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. എന്നിട്ട് പറയുക, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത. എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യമാണ്. നിൻ്റെ സന്നിധി സന്തോഷം ഉണ്ടെന്നല്ല പറയുന്നത്. സ്തോത്രം. നിൻ്റെ സന്നിധിയിൽ ആനന്ദം ഉണ്ടെന്നല്ല പറയുന്നത്. നിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെന്ന്. നമ്മളെല്ലാവരും ആനന്ദം ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാ. ലോകത്തിൽ അനേകർ ആനന്ദങ്ങളുടെ പുറകെ പോകാറുണ്ട്. എല്ലാം ആനന്ദം കൊടുക്കുന്നുണ്ട്, ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ഒരു പ്രത്യേക സമയത്തേക്കിന് മാത്രം ആനന്ദം കൊടുക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും നിരാശകൾ അവനെ മൂടും, പ്രശ്നങ്ങൾ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെ ദൈവത്തിൻ്റെ സന്ധിയിൽ ലഭിക്കുന്ന സന്തോഷം എന്നാണെന്നറിയാവോ? ദാറ്റ്സ് എ കംപ്ലീറ്റ് ജോയ്. സ്തോത്രം. അതൊരു പരിപൂർണതയുള്ള ആനന്ദമാണ്. സ്തോത്രം. 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 നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത, നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. ഹല്ലേലൂയ. ആർക്കാ ഇതൊക്കെ ഉള്ളത്? 4 കാര്യങ്ങൾ. സ്തോത്രം. 1, യഹോവ ആശ്രയമായിരിക്കുന്നവന്. 2, സ്തോത്രം, യഹോവയെ കർത്താവായി, നമ്മുടെ ദൈവത്തെ നമ്മുടെ കർത്താവായി അംഗീകരിച്ച് സകലത്തിലും അവൻ ആധിപത്യം കൊടുക്കുന്ന, അവൻ്റേതാണെന്നുള്ള സമ്മതത്തോടെ ജീവിക്കുന്നവന്. 3, അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാണെന്നുള്ള ഉറപ്പോടെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്നവന്. 4, സ്തോത്രം, യഹോവയെ വാഴ്ത്തുന്നവന്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയെ മുമ്പിൽ വെച്ചിരിക്കുന്നവന്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനെ മുമ്പിൽ വെച്ചവരായി, കർത്താവിനെ വാഴ്ത്തുന്നവരായി. സ്തോത്രം. കർത്താവിനെ എപ്പോഴും കർത്താവായി കാണുന്നവരായി, അവനിൽ ആശ്രയിക്കുന്നവരായി നമുക്ക് നിലനിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.